ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പൈനാപ്പിൾ ജാം മേക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ പൈനാപ്പിളൊക്കെ മുറിച്ച് നല്ല ഫ്രഷായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനെടുത്തുള്ള ഒരു പൈനാപ്പിളാണ്. അപ്പോൾ കുറച്ച് ചെറിയൊരു പൈനാപ്പിളായിരുന്നു. അപ്പോൾ എനിക്ക് 1 കപ്പാണ് ഇത് അരച്ചത് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം. ഇതിൽ നമ്മൾ വെള്ളം കൂട്ടി അരക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഞാനിതൊരു കപ്പിൽ എടുക്കുന്നുണ്ട്. 1 കപ്പ് പൈനാപ്പിൾ പൾപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജാം ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ച പൈനാപ്പിൾ പൾപ്പ് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജാം ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ, ഞാൻ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തിളച്ചിതാ അതുപോലെ ബബിൾസ് വരുമ്പോൾ നമ്മൾ അതേ അളവിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 1 കപ്പാണ് പൈനാപ്പിൾ പൾപ്പ് കിട്ടിയിട്ടുള്ളത് എങ്കിലും നമ്മൾ 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ 2 കപ്പോ 2.5 കപ്പാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതേ അളവിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണം. ഞാനൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല തിളച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറും മാറി ഏകദേശം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ നീരാണ് ഒഴിക്കുന്നത്. ഇതെന്തിനാണ് ഒഴിക്കുന്നത് വെച്ചാൽ ഇത് തണുക്കുന്ന സമയത്തിൽ പഞ്ചസാര ക്രിസ്റ്റലൈസ്ഡ് ആവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത്. അപ്പോൾ തരി വരും നമ്മുടെ ജാം. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കളർ ഏകദേശം മാറി വരുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് നന്നായി വറ്റണമെന്നില്ല, നന്നായി കുറുകണം എന്നില്ല. അപ്പോൾ നന്നായി കുറുകിയ തണുക്കുന്ന സമയത്ത് വളരെ കട്ടിയായിട്ടാവും നമ്മൾ ജാം ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒരു മീഡിയത്തിലാണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ കളറൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട്. അപ്പോൾ അത് തിളച്ചു. നമുക്കിനി ഈ പട്ട ഒന്ന് മാറ്റി കൊടുക്കുക ഇതിൽ നിന്ന്. ഇപ്പോൾ നല്ല പാകമായിട്ടുള്ളൊരു സമയമാണ്. ഒരുപാട് കട്ടിയാവാൻ ഞാൻ നിർത്തുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു കുറുകി വന്ന ടൈമിൽ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കട്ടിയാവേണ്ട, ഇതിന് അങ്ങനെ ആവശ്യമില്ല. തണുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റായി വന്നോളും. ഇപ്പോൾ അതാ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ജാമിൻ്റെ ലുക്കിൽ തന്നെ ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് പൈനാപ്പിൾ ജാം തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അത്യാവശ്യം തണുത്ത ടൈമിലാണ് ഇങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ. നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും നമ്മൾ പൈനാപ്പിൾ ജാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോ വരുന്നത് വരെ ബായ്.